നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികൾ, ജനറൽ ഇൻഷുറൻസ് കമ്പനികളിൽ ഒന്നാണ് ന്യൂ ഇന്ത്യ അഷുറൻസ് ലിമിറ്റഡ്. അപ്പോൾ ഈ ന്യൂ ഇന്ത്യ അഷുറൻസ് ലിമിറ്റഡിൽ ഉള്ള ഒരു അവസരമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഏതാണ്ട് 500ഓളം അവസരങ്ങളുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. 500ഓളം അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളിൽ എല്ലാം ഡിഗ്രിക്കാർക്ക് പറ്റിയ അവസരങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നേടാവുന്ന ഒരു മികച്ച ഓപ്പർച്യൂണിറ്റിയാണ് ന്യൂ ഇന്ത്യ അഷുറൻസിലെ ഈ ഓപ്പർച്യൂണിറ്റീസ്. അതും ഏതാണ്ട് 500ഓളം അവസരങ്ങൾ. അതുകൊണ്ട് ഒട്ടും വൈകാതെ ഇതിനൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്, എങ്ങനെ അപ്ലൈ ചെയ്യണം, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജനറൽ ഇൻഷുറൻസ് കമ്പനികൾ, അതും പൊതുമേഖലയിലുള്ള ജനറൽ ഇൻഷുറൻസ് കമ്പനിയാണ് ന്യൂ ഇന്ത്യ അഷുറൻസ് ലിമിറ്റഡ്. അവർക്ക് ഒട്ടനവധി സർവീസസ് ഉണ്ട്. ഇൻഷുറൻസ് മേഖലയിലെ ഒട്ടനവധി സർവീസസ് ഉണ്ട്. ഹെൽത്ത് കെയർ മേഖലയിലും, ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിലും, വാഹന ഇൻഷുറൻസ് ആണെങ്കിലും, ഹൗസ് റിലേറ്റഡ് ഇൻഷുറൻസ് ആണെങ്കിലും, കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിലും ഒക്കെ വലിയ മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു ഇൻഷുറൻസ് സ്ഥാപനമാണ് ന്യൂ ഇന്ത്യ അഷുറൻസ് ലിമിറ്റഡ്. അപ്പോൾ അവരുടെയാണ് ഈ 500 ഒഴിവുകളുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇവർ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് ഡിഗ്രി സ്റ്റുഡൻസിനെയാണ്. ആ ഡിഗ്രി സ്റ്റുഡൻസിനെ ഇൻവൈറ്റ് ചെയ്തേക്കുന്നത് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്കാണ്. അപ്പം ഇൻഷുറൻസ് കമ്പനിയിലെ ഒരു അസിസ്റ്റൻറ്റ് തസ്തിക എന്നാണ് അവർ അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് ശമ്പളം ഏതാണ്ട് സ്റ്റാർട്ടിംഗ് സാലറി തന്നെ 40,000 രൂപ ശമ്പളം നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. 20 വയസ്സും 21 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ള ബിരുദധാരികൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ്, നിങ്ങളുടെ പ്രായം 21 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്ക് ഉള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ബിറ്റ്വീൻ 21 to 30. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ നേടിയ ഒരു ബിരുദം എന്ന് മാത്രമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലൻറ്റ്. അപ്പോൾ ഡിഗ്രിക്ക് ഇക്വലൻ്റ് ആയ വേറെ കോഴ്സുകൾ ഉണ്ട്, ചില ഡിപ്ലോമകളൊക്കെ അതിനെ അംഗീകരിച്ചിട്ടുണ്ടാവും. അങ്ങനെ അത് അവരുടെ നോട്ടിഫിക്കേഷനിൽ നോക്കി ഒന്ന് വ്യക്തമാകുക. നിങ്ങളെ സംബന്ധിച്ച് ഒരു ഡിഗ്രി ഹോൾഡറാണ് നിങ്ങളെങ്കിൽ ഒന്നും സംശയിക്കാനില്ല, ഏത് ഡിഗ്രിയും അപ്ലൈ ചെയ്യാം. അത് BSc ആയിക്കോട്ടെ, BA ആയിക്കോട്ടെ, BCom ആയിക്കോട്ടെ, ഈവൻ BTech ആയിക്കോട്ടെ, അങ്ങനെ ഏത് ഡിഗ്രി ഉള്ളവർക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനിയും ഇത് ഏത് സംസ്ഥാനത്ത് നിന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത്, ഓൾ ഇന്ത്യ ആപ്ലിക്കേഷനാണ് ഇൻവൈറ്റ് ചെയ്തേക്കുന്നത്. ഈ 500 വേക്കൻസികൾ ഓൾ ഇന്ത്യ ലെവലിലാണുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് സംസ്ഥാനത്തിലാണോ അപ്ലൈ ചെയ്യുന്നത്, നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ ഹോം സ്റ്റേറ്റ് മെൻഷൻ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റിൻ്റെ ഒരു കാറ്റഗറിയിലായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവർ സ്വീകരിക്കുക. അപ്പോൾ നിങ്ങളൊരു മലയാളിയാണ്, കേരള സെഗ്മെൻറ്റിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കേരളത്തിലെ ന്യൂ ഇന്ത്യ അഷുറൻസുമായി ബന്ധപ്പെട്ട ഓഫീസുകളിലേക്കായിരിക്കും നിങ്ങളുടെ പോസ്റ്റിംഗ് വരിക. അപ്പോൾ നിങ്ങൾ ഏത് സംസ്ഥാനത്തിൽ നിന്നാണോ അപ്ലൈ ചെയ്യുന്നത് ആ സംസ്ഥാനത്തിലെ മാതൃഭാഷ അറിഞ്ഞിരിക്കണം. അതായത് കേരളത്തിൽ നിന്നാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മലയാളം അറിഞ്ഞിരിക്കണം. തമിഴ്നാടാണ് നിങ്ങളുടെ കാറ്റഗറി കൊടുക്കുന്നത് എങ്കിൽ, നിങ്ങളുടെ സ്റ്റേറ്റ് ആയിട്ട് നിങ്ങൾ ആപ്ലിക്കേഷനിൽ കൊടുക്കുന്നതെങ്കിൽ തമിഴ് അറിഞ്ഞിരിക്കണം. അപ്പം അത് മസ്റ്റാണ് എന്നുള്ളൊരു കാര്യം ഓർക്കുക. ബാക്കി നമുക്ക് യോഗ്യതകളെക്കുറിച്ചൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഏജ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യും എന്നുള്ളതാണ്. അതായത് 2024 ഡിസംബർ 1 അടിസ്ഥാനമാക്കിയായിരിക്കും നിങ്ങളുടെ ഏജ് കണക്കാക്കുക. അപ്പം 2024 ഡിസംബർ 1 ഉള്ള ഏജ് ആയിരിക്കണം നിങ്ങളുടെ ഈ പറഞ്ഞ ഏജ് സെഗ്മെൻറ്റിനകത്ത് വരുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ ഏജ് സെഗ്മെൻറ്റ് അതിന് പുറത്തേക്ക് പോകുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഒന്ന് ഓർക്കുക. വ്യക്തമായി പറഞ്ഞാൽ 2024 ഡിസംബർ 1 30 വയസ്സ് കടന്നു പോയവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ആ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ വേക്കൻസികളെക്കുറിച്ചുള്ള വ്യക്തമായ ഡീറ്റെയിൽസ് ഓരോ സ്റ്റേറ്റിലും ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തും എത്ര വേക്കൻസീസ് ഉണ്ട്, എത്രയൊക്കെയാണ് അതിൻ്റെ നമ്പേഴ്സ്, ആ കാര്യങ്ങളൊക്കെ അവരുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ വെബ്സൈറ്റിൽ. ഞാൻ ആ വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതിൽ കയറി ഓരോ സ്റ്റേറ്റിലും എത്ര വേക്കൻസീസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതേ വെബ്സൈറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് ഈ വേക്കൻസീസിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കും. ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ Jan 1,
2025 2025 ജനുവരി 1 അവസാന ഡേറ്റ്. അപ്പോൾ അതിനുള്ളിൽ അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഞാൻ വീണ്ടും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു ഡിഗ്രി ഹോൾഡർ ആണെങ്കിൽ, നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തൊരു സ്റ്റുഡൻ്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് മികച്ച ഒരു അവസരമാണ് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി നൽകുന്നത്. അവരുടെ അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് നിങ്ങൾക്ക് നല്ലൊരു ശമ്പളത്തിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു 40,000 സാലറിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയ അവസരമാണ്. വളരെയധികം ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഒരു പൊസിഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിലൂടെ വലിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സമയം കളയാതെ ജനുവരി 1 വരെ വെയിറ്റ് ചെയ്യാതെ അതിന് മുമ്പ് തന്നെ ആപ്ലിക്കേഷനൊക്കെ ചെയ്ത് ഇതിൻ്റെ പ്രോസസ്സിന് വേണ്ടി ഒന്ന് റെഡിയാകുക. നോട്ടിഫിക്കേഷൻ വായിച്ച് അവരുടെ സെലക്ഷൻ ക്രൈറ്റീരിയ എങ്ങനെയാണ് എന്നുള്ളതെല്ലാം ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇതേ ആപ്ലിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ അർഹതയുള്ളത് എന്ന് നിങ്ങൾ തോന്നുന്ന സുഹൃത്തുക്കൾക്കോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ വിവരം ഒന്ന് എത്തിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഡ്രോപ്പ് ചെയ്യുക. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ എല്ലാ ദിവസവും ഒന്നോ അതിലധികമോ വീഡിയോസ് ജോബ് ഓപ്പർച്യൂണിറ്റീസുമായി ബന്ധപ്പെട്ട്, അതുമല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ അപ്ഗ്രേഡുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളിൽ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ നേരിട്ട് നിങ്ങളിലേക്ക് തന്നെ എത്തും. വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.